ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഇപ്പോൾ എനിക്ക് 3 months ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാം. അല്ലാണ്ട് ഞാൻ 2-3 ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിരിക്കും ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. പഴയതുപോലെയൊന്നുമല്ല, ഒരു ഉഷാറൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ മൂഡ് ഓഫ് ആയിട്ടാണ്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ വിൻഡോസ് എല്ലാം തുറന്നിടുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. കുറച്ച് വെളിച്ചമൊക്കെ ഇങ്ങനെ റൂമിനുള്ളിലോട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴേ പിന്നെ കുറച്ച് നേരം പുറത്തോട്ട് നോക്കി ഇങ്ങനെ വെറുതെ നിൽക്കും, ഒരു സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് വാഷ്റൂമിലൊക്കെ പോവും. പല്ല് തേക്കത്തില്ല, രാത്രി പല്ല് തേച്ചിട്ട് കിടന്നിട്ട് പിന്നെ ഇനിയും എവിടെയെങ്കിലും എനിക്ക് തോന്നുമ്പോഴായിരിക്കും പിന്നെ ഞാൻ പല്ല് തേക്കുന്നത്. എല്ലാ ദിവസവും രാത്രി പല്ല് തേച്ചിട്ടായിരിക്കും കിടക്കുന്നത്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പം അതിൻ്റെ ഒരു ഇതുണ്ടാവും, വൊമിറ്റിങ്ങും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എൻ്റെ സ്കിൻ കെയർ ഒന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, എല്ലാം മാറ്റി. അതെന്താണെന്ന് ചോദിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല ചെയ്യുന്നതിനും, പക്ഷെ എനിക്കത് ചെയ്യാനായിട്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ഞാൻ മാക്സിമം സ്കിപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഹെയ്സു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അച്ചാച്ചനാണെങ്കിൽ അവളെ കൊണ്ടുപോയി ബാത്റൂമിലെല്ലാം പോയിട്ട് അവളെ റെഡിയാക്കി അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടായിരിക്കും അച്ചാച്ചൻ വരുന്നത്. അപ്പോഴായിരിക്കും ഞാൻ ഉറക്കം എഴുന്നേൽക്കുന്നത്. കാരണം രാത്രി മുഴുവനും ഉറക്കം ഡിസ്റ്റർബാണ്. അവൾക്ക് ഞാൻ ഫീഡിങ് നിർത്തിയത് കൊണ്ട് തന്നെ അവൾക്കിപ്പം ഉറക്കം ഇച്ചിരി ഡിസ്റ്റർബായിട്ടുണ്ട്. ഫോർമുല മിൽക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അവളിപ്പം ഭയങ്കര ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവളെ കൊണ്ടുവന്ന് കുറച്ച് നേരം അവളെ കൂടെ ഇരുന്നതിന് ശേഷം കുറച്ച് സമയം അവളെ കൂടെ ഇരിക്കുമ്പോഴേക്ക് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ മാക്സിമം എത്രത്തോളം ലേറ്റായി കഴിക്കാൻ പറ്റും അത്രത്തോളം ലേറ്റായി കഴിക്കാനേ ഞാൻ ശ്രമിക്കുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതും 2 ഇഡലി എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 ഇഡലിയെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഒന്നീ വയറ് നിറയുന്ന പോലെ തോന്നും, അല്ലാന്നുണ്ടെങ്കിൽ വൊമിറ്റിങ് ചെയ്യണ പോലെ തോന്നും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഹേസിനുള്ള ഫുഡ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഞാൻ കുറുക്കുണ്ടാക്കി കൊടുത്തു, നമ്മൾ ഏത്തക്കയുടെ ഒരു കുറുക്ക്. അത് അവൾക്ക് ഇഷ്ടമാണ്. അവൾക്ക് ഉറങ്ങേണ്ട സമയമായി. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് അവളെ കുളിപ്പിച്ചു. അവളെ ഉടുപ്പെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തു അവളെ തൊട്ടിലാട്ടി ഉറക്കണം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തൊട്ടിൽ കാടി, അവളങ്ങ് ഉറങ്ങിക്കോളും. അങ്ങനെ അവളെ ഉറക്കിയതിന് ശേഷം എനിക്ക് ഹാമ്പർ, ഇപ്പോൾ ഓണത്തിൻ്റെ ഇതാണല്ലോ, അപ്പോൾ എനിക്ക് കുറച്ച് ഹാമ്പറൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം ഇരിക്കാമെന്ന് വിചാരിച്ച്. എനിക്കിങ്ങനെ ഒറ്റയടിക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല ബാക്ക് പെയിൻ ഉണ്ട്. അതുപോലെ എനിക്ക് നേരത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് അവിടെ സ്റ്റിച്ചൊക്കെ നല്ല പെയിനാണ് കേട്ടോ ഇപ്പോൾ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സമയം ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. കിട്ടുന്ന സമയം അനുസരിച്ചിട്ടാണ് ഞാൻ ഹാമ്പറൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നു. ഞാൻ ഉച്ചയ്ക്ക് പറ്റുന്നത് പോലെ ഞാൻ മാക്സിമം നേരത്തെ കഴിക്കും, കാരണം എനിക്ക് നേരത്തെ വിശക്കും. അങ്ങനെ അന്ന് ചോറും ചിക്കൻ കറിയായിരുന്നു. അത് കഴിച്ച ശേഷം പിന്നെ എനിക്ക് നല്ല ക്ഷീണം വന്നു. കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം കിടന്നപ്പം തന്നെ ഹേസു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവൾക്കുള്ള ഫുഡ് കൊടുക്കണം. അങ്ങനെ നേരെ താഴോട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല, കുറച്ച് സമയം കിടന്നുള്ളേ. അന്നേരം പിന്നെ അവൾ എഴുന്നേറ്റ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ എൻ്റെ ഫേസിലുണ്ട്. പിന്നെ അവൾക്ക് ചോറും ചിക്കൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൾ കഴിച്ചോളും. അവൾക്ക് ഇങ്ങനെ എരിവൊക്കെ കൂട്ടി ചോറ് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞിലേ എരിവൊക്കെ കൂട്ടി കൊടുക്കുമായിരുന്നേ. അതിന് ചിക്കനൊക്കെ വെച്ചിട്ടും ഞാൻ അവൾക്ക് ചോറ് കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ പുറത്തുള്ള ജനലിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന കാക്ക അതൊക്കെ കാണിച്ച് അവൾക്കിങ്ങനെ, കാക്ക ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, കാക്ക ഭയങ്കര ഇഷ്ടമല്ലേ. അവളെനിക്ക് ഓരോ കാണിച്ചൊക്കെ തരുവാണ്. അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത ശേഷം ഞാനൊന്ന് ഫ്രീ അവളെ പപ്പയുടെ കയ്യിലൊന്ന് ഏൽപ്പിച്ചിട്ട് അടുത്ത പണി, കുറേ ഫോട്ടോ ഫ്രെയിമും അതുപോലെ പോളറോയിഡൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒറ്റ ഇതിന് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെയാണ് ഞാൻ ഓരോന്നൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് തുണികൾ മടക്കാനായിട്ട് കട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൈയോടെ തന്നെ മടക്കി വെക്കുന്നു, അല്ലെങ്കിൽ അത് കാരണം 2-3 ദിവസം കൊണ്ട് അവിടെ കിടക്കുവാണ്. ഒരു മടി പിടിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു, ഒന്നും ചെയ്യാൻ ഇതില്ലാണ്ട്. അപ്പം ഇത് കൈയോടെ തന്നെ എല്ലാം മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സെല്ലാം മടക്കി വെക്കുകയാണ്. കൂടുതൽ അച്ചാച്ചൻ്റെ തുണിയാണ്, എൻ്റെതെല്ലാം ഞാൻ നേരം തന്നെ മടക്കി വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്.
അങ്ങനെ അത് കഴിഞ്ഞ ശേഷം കുളിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും തലയൊന്നും കഴുകാറില്ല, മേല് മാത്രമേ കഴുകാറുള്ളൂ. ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ ആയിരിക്കും തല കഴുകുന്നത്. അതിൽ ആഴ്ചയിൽ ഒരു ദിവസം തലയിൽ നല്ലതുപോലെ എണ്ണ തേക്കും. കാച്ചിയ എണ്ണയാണ്, വീട്ടിൽ കാച്ചിയ എണ്ണ. അപ്പോൾ അത് ഒരു ദിവസം നല്ലതുപോലെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റും തലയിൽ അങ്ങനെ വെച്ചിരിക്കും. ചില ദിവസങ്ങളിൽ അത് മൂട് പോലെ ഇരിക്കുക, എന്തെങ്കിലും മുഖത്ത് എന്തെങ്കിലും ഇടും, മഞ്ഞപ്പൊടിയോ പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇടും. ഇന്നാണെങ്കിൽ ഒന്നും അങ്ങനെയൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് നേരത്തെ ഹാമ്പറൊക്കെ ചെയ്തതിൻ്റെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം അടിച്ചു വാരുകയാണ്. അന്നേരം പിന്നെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹേസ് പിന്നെ അവരോട് കൂടെ പോയി അങ്ങ് കളിക്കാൻ തുടങ്ങി. ആ ടൈം കൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് കുളിച്ചിട്ട് വരാമായിരുന്നു. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ടൈമിൽ ഞാനിങ്ങനെ നിർത്തിയായിരിക്കും പറയുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം ഒത്തിരി നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ബ്രീത്തിങ്ങിൻ്റെ എന്തോ ചെറിയ ഇങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിന് ശേഷമാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ലിപ് ബാമും പിന്നെ ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.